കുക്കി കുക്കി നീ എന്താ ഇവിടെ? എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് എനിക്ക് മിക്കിനോടൊന്ന് പേഴ്സണലായി സംസാരിക്കണമായിരുന്നു. അതിനെന്താ, പറഞ്ഞു, എന്താണെങ്കിലും പറഞ്ഞു. അത് പിന്നെ എനിക്ക് ഇന്നല്ല, നാളെയാ സംസാരിക്കണ്ടേ. മിക്ക നാളെ ഫ്രീ ആണോ? ആ, നാളെ നാളെ ഞാൻ ഫ്രീ ആണ്. എന്താ? എങ്കിൽ പിന്നെ നാളെ എക്സ്പ്രസോ കഫേയിൽ വരണം, 4 മണിക്ക്. ഞാനവിടെ ഉണ്ടാകും. ആ, വരാതിരിക്കരുത്. എനിക്ക് മിക്കയോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയണം. ഇറ്റ് ഈസ് റിയലി റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനവിടെ വെയിറ്റ് ചെയ്യും. മറക്കണ്ട, 4 മണിക്ക്. ഫൈൻ ദെൻ. ഗുഡ് നൈറ്റ്. See you tomorrow. Bye. कह सके तुम जो ना कह सके हम, जो ना कह सके तुम, जो ना कह सके हम, कहने लगी दोनों से वो खामोशियाँ, ओ साथिया. ഹലോ, നീയോ? എന്താടാ, എന്താ? എടാ, എന്തായടാ, എന്തായി? അവള് വന്നോ? എന്താ പറഞ്ഞേ അവള്? സംസാരിച്ചോ നിങ്ങള്? എടാ, ഇല്ലടാ, അവള് വന്നിട്ടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാ. എടാ, ഇത്ര നേരമായിട്ടും വന്നില്ലേ അവള്? എടാ, 4 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 5 മണിയായല്ലോ. എടാ, എനിക്ക് തോന്നുന്നു അവള് നിന്നെ പറ്റിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവള് വരേണ്ടതല്ലേ? എടാ, അങ്ങനൊന്നും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു അവള് തിരക്കിപ്പെട്ട് കാണും, അതായിരിക്കും വൈകുന്നത്. പിന്നെ ഒരു പണിയില്ലാതെ കുത്തിരിക്കുന്ന അവൾക്കല്ലേ തിരക്ക്? ഒന്ന് പോയേ മിക്കി. എനിക്ക് തോന്നുന്നതേ അവള് നിനക്കെന്തോ പണി തരാനുള്ള പരിപാടിയാണെന്നാ. എടാ, അങ്ങനൊന്നുമില്ല. എടാ എടാ നിനക്കറിയില്ല. എടാ, ആദ്യമായിട്ടാടാ അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേ. അതും അതും ചിരിച്ചിട്ടൊക്കെ. നിനക്കറിയില്ല, ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ലടാ. എന്തോ എനിക്ക് ഉറപ്പാ അവള് വരും. അവള് വരാതിരിക്കില്ല. എന്തായിക്കോട്ടെ, പക്ഷെ നീ അധികം പ്രതീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. അവളായതുകൊണ്ട് പറയാൻ പറ്റില്ല എന്താ ഒപ്പിക്കാന്ന്. എനിക്കറിയാടാ, ഒരു രാത്രി കൊണ്ടൊന്നും അവൾക്ക് എന്നോട് പ്രേമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. പക്ഷെങ്കിലും അവൾക്ക് എന്നോടുള്ള ദേഷ്യം അതൊരല്പമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്ന എൻ്റെ പ്രതീക്ഷ. ഇതതിനുള്ളൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയാൽ മതിയായിരുന്നു. എടാ എടാ എല്ലാം ശരിയാക്കൂടാ. ശരിയാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നീ വെറുതെ എൻ്റെ കാര്യം വെച്ച് വെറിയിടാക്കണ്ട. അതൊക്കെ പോട്ടെ, നീ എന്നാ വരുന്നേ? നീ വരാന്ന് പറഞ്ഞിട്ട്. ആ, അത് ഞാൻ അടുത്ത്. എടാ കൂക്കി വന്നൂടാ. ഞാൻ 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 നിന്നെ പിന്നെ വിളിക്കാം. ബായ്, ശരി എന്നാ. കൂക്കി, ദാ ദാ ഇവിടേക്ക് വാ, ഇവിടെ ഇരിക്കാം. ആ, പിന്നെ നീ നേരത്തെ എത്തിയോ? ആ, നീ 4 മണിക്ക് വരാനല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഞാൻ 4 മണിക്ക് തന്നെ എത്തിയായിരുന്നു. 4 മണിയോ? ഞാൻ 5 മണിന്നാണ് പറഞ്ഞേ. ഡോണ്ട് ടെൽ മീ മെറിക്. നീ 4 മണി മുതൽ ഇവിടെ ഇരിക്കായിരുന്നു.
ഓ നോ വേ. ഇറ്റ്സ് ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വിട്. കുക്കി കുക്കി നിനക്ക് കുടിക്കാൻ എന്താ ഓർഡർ ചെയ്യണ്ടേ? ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്യട്ടെ? ഇവിടുത്തെ ക്യാപ്പിച്ചിനോ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിനക്കത് വലിയ ഇഷ്ടമല്ലേ? ഓ ഷിറ്റ്, നോ താങ്ക്സ്. എന്ത് കഷ്ടമായത്. അവൾ വന്നില്ലല്ലോ. ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവളെ വന്നതാണെന്ന്. എന്ത് കഷ്ടമായത്. അത്രയും നേരം ഞാൻ ഇവനെ സഹിക്കണം. എന്താ നീ എന്തേലും പറഞ്ഞോ? നോ, നത്തിങ്. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, നമുക്കൊരു സെൽഫി എടുത്താലോ? വാട്ട്? എന്ത് എന്ത് നീ എന്ത് കാണിക്കുന്നേ? എനിക്ക് സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് ആർ യു ഡൂയിങ്? എനിക്കെന്ത് വട്ടായോ? അത് പിന്നെ ആദ്യമായിട്ടല്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സെൽഫി ഒക്കെ എടുക്കാന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ മെയ് ഇതുപോലെ പപ്പയുടെ ഫോൺ വാങ്ങിയിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കുമായിരുന്നു നമ്മൾ 3 പേരുടെയും. അതിൽ നിന്റെ ഫോട്ടോ കാണാൻ എന്ത് ക്യൂട്ട്. മിക്കി, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഞാൻ ഇതിനു വേണ്ടിയല്ല നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ആ ആ എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോ. എന്താ? ഞാൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. നിനക്ക് AL എൻ്റർപ്രൈസസ് അറിയോ? മിസ്റ്റർ പോൾ മാത്യുവിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൾ അലോന. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അതായത് അവൾക്ക് നിന്നെ ഇഷ്ടമാണത്രേ. ഷീ ലവ്സ് യു. അപ്പോൾ അവളാ എന്നോട് പറഞ്ഞ് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, നിന്നോട് സംസാരിക്കണം എന്നൊക്കെ. ദാറ്റ്സ് വൈ ഐ കോൾ യു. മനസ്സിലായോ? നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആദ്യം ഞാൻ കേട്ടപ്പോൾ ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. അവളെപ്പോലൊരു പെങ്കൊച്ച് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ആരായിരുന്നു അത്ഭുതപ്പെട്ടു പോകില്ലേ? പിന്നെ അവളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ ഇക്കാര്യത്തിൽ വലിയ സീരിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ എന്തു പറയാനാ, നിൻ്റെ ഭാഗ്യം എന്നല്ലാതെ. എന്തായാലും അവളിപ്പോൾ ഇങ്ങ് വരും. സോ നീ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കണം. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെങ്ങാനും എന്തെങ്കിലും നിന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞ നീ ഞാൻ ആരാണെന്നറിയും. കേട്ടല്ലോ മിക്കി? നിൻ്റെ ഈ ആക്രാന്തവും എല്ലാം അവളുടെ അടുത്ത് കാണിക്കരുത്. അവൾ ഒരു നല്ല കുട്ടിയാണ്, അത് നീ മറക്കരുത്. ആൻഡ് ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട്. കേട്ടല്ലോ? വാട്ട്? കുക്കി നീ എന്തൊക്കെയാ പറയുന്നേ? കുക്കി അരീനയാ വരുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? അവളോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകരുത്. കേട്ടല്ലോ? നീ എന്നെ നാണം കെടുത്തരുത്. അവൾ എൻ്റെ അടുത്ത് നിൻ്റെ പരാതിയൊന്നും വന്ന് പറഞ്ഞേക്കരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഞാൻ പറയുന്നത്? ശരി, അവൾ വരുമ്പോൾ ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക. ഓക്കെ? നീ പേടിക്കൊന്നും വേണ്ട. നിനക്ക് നല്ലൊരു ഓഫറാണ് കിട്ടിയിരിക്കുന്നത്. പോൾ മാത്യൂസിൻ്റെ സണ്ണിന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. നീ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ കമ്പനിയിലെ CEO പോസ്റ്റ് നിനക്ക് കിട്ടും. പിന്നെ നിനക്കെന്തിനാ ഞങ്ങളുടെ കമ്പനിയിലെ CEO പോസ്റ്റ്? അതിൻ്റെ ആവശ്യമൊന്നും നിനക്ക് ഉണ്ടാകുകയില്ല. നീ ഇതിനു വേണ്ടിയാണോ നീ അവളെ വിളിച്ചോണ്ട് വന്നേ? ഒരു CEO പോസ്റ്റിന്? നീ ഒരു വാക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത്. നിന്റെ സെൻറ്റിമെൻ്റൽ ഡ്രാമാസ് ഒന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. ഇതുകൊണ്ടൊന്നുമല്ല, ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നീ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയെങ്കിലും നീ അവളോട് സമ്മതം പറ. എന്നിട്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മനസ്സിലായോ? ഹായ് ഗൈസ്, സോറി ഇടോ, ഞാൻ ഒരുപാട് വൈകിച്ചല്ലേ? നിങ്ങളെ ഇരുത്തി മുഷിപ്പിച്ചോ? ഞാൻ നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ കുക്കി, പക്ഷെ ട്രാഫിക്കിൽ പെട്ടുപോയി. എന്ത് ചെയ്യാനാ? ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഞങ്ങൾ ചുമ്മാ സംസാരിക്കുമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇറങ്ങാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ കട്ടറും പാകുന്നില്ല. നിങ്ങൾ സംസാരിക്കുക. ശരി എന്നാൽ, ബായ്. പിന്നെ മിക്കി, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ.
എന്നാൽ ശരിയടി, ഞാൻ ഇറങ്ങാം. ബൈ. മെറിക്, കുറേ നേരമായോ താൻ വന്നിട്ട്? ഞാൻ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചോ? അത് അത് പിന്നെ ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന്. ഐ എം റിയലി സോറി. ഞാൻ നേരത്തെ എത്താമെന്നാണ് വിചാരിച്ച്, പക്ഷെ എന്ത് ചെയ്യാനാ, ട്രാഫിക്ക് പെട്ടുപോയി, അതാട്ടോ ലേറ്റായേ. പിന്നെ മെറിക്കിന് എന്താ എന്താ കുടിക്കാൻ ഓർഡർ ചെയ്യണ്ടേ? ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ? നോ നോ താങ്ക്സ്. ആണോ? പിന്നെ സുഖമല്ലേ? അനിയത്തിക്കൊക്കെ എങ്ങനെയുണ്ട്? വിവാഹത്തിൻ്റെ അന്ന് വന്നതാ, പിന്നെ ഒന്നും അറിഞ്ഞില്ല, അതാ. മീക്കും സുഖമല്ലേ? ആ ആ അവൾക്ക് സുഖമാണ്, അവൾ സുഖമായിരിക്കുന്നു. പിന്നെന്താ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആ വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കുന്നു. ശരി. അത് അത് പിന്നെ മെറിക്ക്, എനിക്ക് തന്നോടൊരു കാര്യം പറയണം ഉണ്ടായിരുന്നു. അതാ എനിക്കറിയാം കോക്കി അത് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ എന്നാലും എനിക്കത് തന്നോട് പേഴ്സണലായി പറയണമെന്നുണ്ട്. അതാ ഞാൻ കുക്കിയോട് പറഞ്ഞ് തന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. എനിക്കെന്താണെന്നറിയില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു ദാറ്റ്. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കണം തന്നോടിത് പറയണമെന്ന്, പക്ഷെ എങ്ങനെ പറയണ്ടേന്നറിയില്ല. പിന്നെ എനിക്കിപ്പോൾ തോന്നി, അത് പറഞ്ഞില്ലെങ്കിൽ നേരെ ഒരുപാട് വൈകിപ്പോയാൽ ചിലപ്പോൾ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടാലോ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറയാമെന്ന് വെച്ചേ. എനിക്ക് തന്നെ Don't say that. എന്താ എന്താ പറ്റി മെറിക്? I'm sorry. I mean, എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. കുക്കി എന്നോട് ഇങ്ങോട്ട് വരണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ. തന്നെ മീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. ഒരു പക്ഷെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ ടൈം വേസ്റ്റ് ചെയ്യിപ്പിക്കില്ലായിരുന്നു. നേരത്തെ പറഞ്ഞാൽ എനിക്കങ്ങനൊന്നുമില്ല. എനിക്കിഷ്ടമില്ല. ഐ എം സോറി ടു സേ. പക്ഷെ ഐ എം സോറി, എനിക്ക് പറ്റില്ല. ഞാൻ പോകാം. ബൈ. ശരിയെന്ന്. മെറിക് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ പ്രശ്നമെന്ന്, എന്താ കാര്യം എന്നെങ്കിലും പറ. എന്തുകൊണ്ടാണ് തനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തത്? അത് മാറ്റർ ചെയ്യുന്നില്ല നീന. അതെന്താണെങ്കിലും അത് തന്നെ ബാധിക്കുന്നില്ല. ഞാനത് ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. Now I have to go, and I'm at once again sorry. എനിക്കറിയില്ലായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ ടൈം വേസ്റ്റ് ചെയ്യിപ്പിക്കില്ലായിരുന്നു. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഇൻഫോം ചെയ്യിപ്പിച്ചാണ്. ഇവിടെ വരെ വന്ന് മീറ്റ് ചെയ്യേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല. സോറി. ഞാൻ ഇറങ്ങാം. ബൈ. ഫൈനലി മെറിക് എന്ന ചാപ്റ്റർ ക്ലോസ് ആയി. എനിക്കിന്ന് എന്ത് സന്തോഷമാണെന്നറിയോ. ഐ എം സോ ഹാപ്പി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മിക്കിച്ചായൻ ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഒന്ന് പോ ഫെലി, നിനക്കങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കല്ല, നിനക്കറിയാത്തെ. ഓ തുടങ്ങി മിക്കി പുരാണം. നിനക്കെന്താ അങ്ങനോട് ഇത്ര കൂറ്? അങ്ങേര് വല്ലതും നിനക്ക് വാങ്ങിത്തന്നോ ഇത്ര കൂറ് കാണിക്കാൻ മാത്രം? എനിക്കെന്ത്, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പോൾ പറയണ്ട. ഓ തുടങ്ങി രണ്ടും. ഒന്ന് നിർത്തോ?
ഇത് മനുഷ്യന്മാരെ കൊണ്ട് മര്യാദക്കൊന്നും കഴിക്കാനും സമ്മതിക്കില്ല. നീ ആ ചിക്കൻ ഇങ്ങെടുത്ത്. ചിക്കൻ മാത്രമല്ല, ഇന്ന് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. कहने लगी दोनों से वो खामोशियां, ओ साथिया 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 साथिया. ഏട്ടാ അങ്ങനല്ലടാ, ഇവനുണ്ടല്ലോ, ഇവൻ പറഞ്ഞ് ഞാൻ ആദ്യം പോകാം, നീ പുറകെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫെയിലായിട്ട് പോയതാട്ടോ. ഞാൻ നോക്കുമ്പോണ്ട് ഇവൻ അവളുടെ കാലുമ്പോൾ കിടക്കുന്നു. നീ ഒന്ന് കാണുന്ന വീഴ്ച, ഇമ്പ്രസ് ചെയ്യാൻ പോയ പോക്ക. ഞാൻ മലന്നടിച്ച് അവളുടെ കാലുമ്പോൾ കിടക്കുന്നു. എനിക്ക് വയ്യ. ആ കൊച്ചാണെങ്കിൽ പേടിച്ചും പോയടാ. നീ ആ കൊച്ചിൻ്റെ മുഖം കൂടി ഒന്ന് കാണുമായിരുന്നു. എനിക്ക് ഓർത്തിട്ട് ചിരി നിർത്താൻ വയ്യ. അമ്മാതിരി കോമഡിയായിരുന്നു. ആടി നിനക്ക് തമാശ. ഞാനവിടെ മരണവേദന എടുത്ത് കിടക്കുമ്പോ ഇവക്ക് ചിരി. ഇവളെയും കൂടി പോയ എന്നെ വേണം പറയാനായിട്ട്. ഓ, അപ്പൊ അതാണല്ലേ നിന്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് നിന്റെ പുതിയ ഫാഷൻ ആണെന്ന്. അതല്ലടാ, ഇവനുണ്ടല്ലോ, ഇവൻ കമ്മന്നടിച്ച് വീണല്ലോ. അപ്പൊ ആൾക്കാർ വിചാരിച്ച് ഇവൻ ഇത് കള്ളനാണെന്ന്. അങ്ങനെ കിട്ടിയ പാടാ അത്. ചിരിക്കടി ചിരിക്കി. അവിടെ നിന്ന് ചിരിച്ചത് പോരാണ്ട് ഇനി ഇവിടെ നിന്ന് ചിരിക്കി. എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ കൊണ്ടുപോകരുതായിരുന്നു ഞാൻ. എന്തിനാ കർത്താവേ ഇതുപോലൊരു സാധനം തന്നെ എനിക്ക് കിട്ടിയത്. ഇവിടെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എടാ അങ്ങനെ പറയരുത്. ഒന്നുമില്ലെങ്കിലും അവിടെ 4 നേരം നമുക്ക് തിന്നാൻ തന്നില്ലേടാ. ഓ, നിനക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാ മതിയല്ലോ. മിണ്ടാതിരുന്ന അവിടെ, അല്ലെങ്കിൽ ഞാൻ ഈ ബർഗറും കൂടെ നിന്റെ വായ കുത്തിക്കേറ്റും. ഹലോ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. മൂവർ സംഘം ഒരുമിച്ചാണല്ലോ. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ? ആ, ഇവന്റെ കൂടെ കുറവുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അത് പൂർത്തിയായി. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താ നല്ലൊരു ഫൈറ്റ് സീൻ കാണാൻ പറ്റും. എന്താ ചെയ്യണ? എന്താ നീ ഒന്നും മിണ്ടാത്തേ? എന്ത് പറ്റി? കാമുകം പോയതിന്റെ സങ്കടമാണോ? അതോ ഇനി അനിയത്തി തട്ടിയെടുത്തതിന്റെ ദേഷ്യോ? Shut up, Alas. This is my family matter. You have no right to talk like that. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. വീണ്ടും വീണ്ടും നീ എന്തിനാ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുന്നേ? അങ്ങനെ പറയാതെന്റെ ജീവണ. നിന്റെ കാര്യത്തിൽ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ശുഷ്കാന്തിയാ. സത്യം പറഞ്ഞ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പിന്നെ ഞാൻ ഇതൊക്കെ വല്ലാതങ്ങ് മിസ് ചെയ്തു. പ്രത്യേകിച്ച് നിന്റെ ഈ ചൂടൻ സംസാരവും ദേഷ്യം വരുമ്പോൾ നിന്റെ ഈ ചുമന്ന തൊടുത്തുള്ള ഈ മുഖവും. ഹാ, വല്ലാതങ്ങ് മിസ് ചെയ്തു. നീ വിഷമിക്കണ്ടെന്നേ. അവൻ പോയാലിപ്പോൾ എന്താ, നിനക്ക് ഞാനില്ലേ? നിനക്ക് എന്താവശ്യത്തിനും ഞാനുണ്ടാവും. മടിക്കണ്ട, നീ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓ, ഇവനൊരു നടക്ക് പോകൂല. ഇവൻ മേടിച്ചേ അടങ്ങും. ആടാടാടെ ഒരു തമാശക്കത് പോയി. മനുഷ്യന്മാരെ മര്യാദക്കിരുന്ന് ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. അപ്പോഴേക്കും വന്നോളൂ ഓരോരുത്തന്മാര്. എന്ത് കഷ്ടമായത്. ഞാനേ കരാട്ട ബ്ലാക്ക് ബെൽറ്റാ, അറിയാലോ എന്നെ. വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. പൊക്കോമാനെ. ബ്ലാക്ക് ബെൽറ്റോ? നീയോ? പിന്നെ ഞാനില്ലെങ്കിലും നീ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ. അപ്പൊ പിന്നെ എനിക്കും അങ്ങനെ പറയാം. അതേ തെറ്റില്ല. അതേതായാലും നന്നായി. ഇവൾക്ക് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. പറയുമ്പോ മിക്കി മീ അഡാപ്റ്റഡ്. പക്ഷേ ഇവളുടെ വീട്ടിലെ പെരുമാറ്റം കണ്ടാ തോന്നും ഇവളാ അനാഥാന്ന്. ആ വിഷമം മാറ്റാൻ നിങ്ങളെങ്കിലും കൂടെ ഉള്ളത് നല്ലതാ.